നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. ജാതി അധിക്ഷേപത്തെ തുടർന്ന് ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ കഴക പ്രവൃത്തിയിൽ നിന്ന് ഒഴിവാക്കണമെന്ന് മാനേജിംഗ് കമ്മിറ്റിക്ക് അപേക്ഷ നൽകി ജീവനക്കാരൻ ബാലു. കൂടൽമാണിക്യം വിഷയം AP അനിൽകുമാർ MLA നിയമസഭയിൽ ഉന്നയിച്ചു. ദേശീയപാത കല്ലിടുക്കിൽ നിർത്തിയിട്ട ലോറിക്ക് പിന്നിൽ മറ്റൊരു ലോറി ഇടിച്ചുണ്ടായ അപകടത്തിൽ ഒരാൾ മരിച്ചു. തമിഴ്നാട് സ്വദേശി 40 വയസ്സുള്ള അറുമുഖ സുന്ദര പെരുമാളാണ് മരിച്ചത്. തൃശൂർ പടിഞ്ഞാറേക്കോട്ടയിൽ പ്ലാസ്റ്റിക് മാലിന്യം കൂട്ടിയിട്ട ഷെഡിന് തീപിടിച്ചു. ഫയർഫോഴ്സ് എത്തി തീയണച്ചു. കൊടുങ്ങല്ലൂരിൽ വൈദ്യുതി ലൈനിൽ തീപിടുത്തം. ശ്രീകുമാര സമാജം കോംപ്ലക്സിന് സമീപമുള്ള ട്രാൻസ്ഫോമറിൽ നിന്നും എതിർവശത്തുള്ള പോസ്റ്റിലേക്ക് കണക്ഷൻ നൽകിയിട്ടുള്ള കേബിളിനാണ് തീപിടിച്ചത്. ഭൂപരിഷ്കരണ നിയമം അട്ടിമറിച്ച് ഭൂമി കൈവശപ്പെടുത്തിയ ഒയാസിസ് കമ്പനി ബ്ലൂബെറി തുടങ്ങാൻ നൽകിയ അംഗീകാരം റദ്ദാക്കണമെന്ന് മുൻ MLA അനിൽ അക്കര. കമ്പനിയുടെ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട രേഖകൾ പഞ്ചായത്തിൽ കാണാനില്ലെന്നും അനിൽ അക്കര. കയ്പമംഗലം വഞ്ചിപ്പുരയിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് കടന്നൽ കുത്തേറ്റു. വഞ്ചിപ്പുര കണങ്ങാട്ടുശ്ശേരി ലത, കുന്നുങ്ങൽ അജിത എന്നിവർക്കാണ് കടന്നൽ കുത്തേറ്റത്. വൈദ്യുതി ബിൽ കുടിശ്ശിക അടയ്ക്കാത്തതിനെ തുടർന്ന് കൊടുങ്ങല്ലൂർ ടെക്നിക്കൽ ഹൈസ്കൂളിൽ ഫീസ് ഊരി. 28,380 രൂപയുടെ വൈദ്യുതി ബിൽ കുടിശ്ശിക വന്നതിനെ തുടർന്നാണ് KSEB അധികൃതർ ഫ്യൂസ് ഊരിയത്. തുടർന്ന് PTA ഭാരവാഹികൾ MLA ഉൾപ്പെടെയുള്ളവരുമായി ബന്ധപ്പെട്ട് താമസിയാതെ വൈദ്യുതി പുനഃസ്ഥാപിച്ചു. തൃശൂർ പടിഞ്ഞാറേക്കോട്ടെ സർക്കാർ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ സർക്കാർ ഫണ്ട് മാസങ്ങളായി ലഭിക്കാത്തത് മൂലം മാനസികാരോഗ്യ കേന്ദ്രത്തിന്റെ പ്രവർത്തനം താളം തെറ്റുന്നതായി KPCC സെക്രട്ടറിയും കൌൺസിലറുമാരായ ജോൺ ഡാനിയൽ. കുടിശ്ശിക എത്രയും പെട്ടെന്ന് തീർത്ത് പ്രതിസന്ധി ഒഴിവാക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ജോൺ ഡാനിയൽ മുഖ്യമന്ത്രിക്കും ആരോഗ്യവകുപ്പ് മന്ത്രിക്കും പരാതി നൽകി. നിരവധി കേസുകളിലായി തൃശൂർ ജില്ലയിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ പിടിച്ചിട്ടിരിക്കുന്നത് 4,951 വാഹനങ്ങൾ. പല കേസുകളുടെയും വിചാരണ നീണ്ടുപോകുന്നതാണ് വാഹനങ്ങളുടെ എണ്ണം ഇത്രയേറെ വർദ്ധിക്കാൻ കാരണം. ലക്കിടി റെയിൽവേ സ്റ്റേഷന് സമീപം യുവാവ് ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തി. കുണ്ടുകാട് കോളനി വേലായുധന്റെ മകൻ 41 വയസ്സുള്ള ജയേഷാണ് മരിച്ചത്. പോർക്കുളം അഗതിയൂരിലെ കലവർണ്ണക്കുളം നവീകരിക്കുന്നു. SC/ST കമ്മീഷൻ അംഗം TK വാസു നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ചു. രംഗചേതനയുടെ നാടക പുരസ്കാരത്തിന് നാടകാകൃത്തും സംവിധായകനുമായ TM എബ്രഹാം അർഹനായി. 10,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്ന പുരസ്കാരം ലോകനാടക ദിനമായ 27-ന് സമർപ്പിക്കും. കോർപ്പറേഷൻ പരിധിയിലെ വഴിയോര കച്ചവട തൊഴിലാളികൾക്ക് ഐഡന്റിറ്റി കാർഡ് ഉടൻ വിതരണം ചെയ്യണമെന്ന് INTUC. തിരിച്ചറിയൽ കാർഡ് ലഭിക്കാത്തതിനാൽ തൊഴിലാളികൾക്ക് ബാങ്ക് ലോൺ പോലും ലഭിക്കാത്ത അവസ്ഥയാണെന്ന് INTUC. സമഗ്ര ശിക്ഷ കേരളയുടെ ഭാഗമായി കോണത്തുകുന്ന് ഗവൺമെന്റ് UP സ്കൂൾ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ നടന്ന വെള്ളാങ്കല്ലൂർ പഞ്ചായത്ത് തല പഠനോത്സവം വെള്ളാങ്കല്ലൂർ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് നിഷ ഷാജി ഉദ്ഘാടനം ചെയ്തു. ചെത്തുമദ്യ വ്യവസായ തൊഴിലാളി ഫെഡറേഷൻ AITUCയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റിന് മുന്നിൽ കൂട്ടധർണ നടത്തി. AITUC സംസ്ഥാന ജനറൽ സെക്രട്ടറി KP രാജേന്ദ്രൻ ധർണ ഉദ്ഘാടനം ചെയ്തു. ഉടുപ്പിയിൽ നടന്ന സീനിയർ ചേംബർ ഇന്റർനാഷണലിന്റെ ദേശീയ സമ്മേളനത്തിൽ മികച്ച പ്രവർത്തനത്തിന് വനിതാ വിഭാഗത്തിനുള്ള അവാർഡ് തൃശൂർ സീനിയർ ചേംബർ വനിതാ വിഭാഗം കരസ്ഥമാക്കി. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വനിതാ വിഭാഗങ്ങളിൽ നിന്നും ഏറ്റവും മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചത് വിലയിരുത്തിയാണ് പുരസ്കാരം. വടക്കാഞ്ചേരി മർച്ചന്റ് യൂത്ത് വിംഗിന്റെ നേതൃത്വത്തിൽ വ്യാപാര ഭവനിൽ ലഹരി വിരുദ്ധ സംഗമം നടത്തി. വടക്കാഞ്ചേരി എക്സൈസ് ഇൻസ്പെക്ടർ ജിൻ സൈമൺ C ഉദ്ഘാടനം നിർവഹിച്ചു. കയ്പമംഗലം പഞ്ചായത്തിൽ മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി പൊതുയിടങ്ങൾ ശുചീകരിക്കുന്നതിന് തുടക്കം കുറിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി ഉദ്ഘാടനം ചെയ്തു. ചാവക്കാട് പ്ലാങ്ങാട് ഗവൺമെന്റ് ഫിഷറീസ് UP സ്കൂളിന്റെ നഗരസഭാ തല പഠനോത്സവ പരിപാടിയും സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതിയുടെ പ്രഖ്യാപനവും നടന്നു. മണന്തല പള്ളിത്താഴത്ത് ചാവക്കാട് നഗരസഭ ഉപാധ്യക്ഷൻ KK മുബാറക് ഉദ്ഘാടനം ചെയ്തു. പക്ഷികൾക്കായുള്ള ഭോജന പാനപാത്രങ്ങൾ തയ്യാറാക്കി തൈക്കാട് VR
അപ്പു മാസ്റ്റർ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ. ഫസ്റ്റ് അസിസ്റ്റന്റ് രഞ്ജിത്ത് പി ആൻഡോ ഉദ്ഘാടനം ചെയ്തു. CPI വടക്കാഞ്ചേരി മുൻ ലോക്കൽ സെക്രട്ടറിയും AIYF ജില്ലാ കമ്മിറ്റി അംഗവുമായിരുന്ന മഹേഷ് CPIയിൽ നിന്ന് രാജിവെച്ച് കോൺഗ്രസിൽ ചേർന്നു. തൃശൂർ DCC ഓഫീസിൽ നടന്ന ചടങ്ങിൽ മണ്ഡലം പ്രസിഡന്റ് ബിജു ഇസ്മായിൽ അധ്യക്ഷത വഹിച്ചു. പഴുവിൽ വിശുദ്ധ അന്തോണീസിന്റെ തീർത്ഥകേന്ദ്രത്തിലെ ഊട്ടുതിരുനാൾ ആഘോഷ കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം പഴുവിൽ ഫറവോന വികാരി ഫാദർ ഡോക്ടർ വിൻസെന്റ് ചെറുവത്തൂർ നിർവഹിച്ചു. മെയ് 2 മുതൽ 5 വരെയാണ് തിരുനാൾ. ഗുരുവായൂർ നഗരസഭയിൽ പെയിൻ ആൻഡ് പാലിയേറ്റീവ് വോളണ്ടിയർമാർക്കായി പരിശീലന കളരി സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. ആശാ വർക്കർമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് INTUC. പുതുക്കാട് റീജിയണൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആമ്പല്ലൂർ വില്ലേജ് ഓഫീസിന് മുൻപിൽ പ്രാർത്ഥനാ സമരം നടത്തി. UDF മുൻ ജില്ലാ ചെയർമാൻ MP വിൻസെന്റ് ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ഷൊർണൂർ റോഡിലുള്ള MS മെരിറ്റ് ഫിൻകോർപ്പിൽ 32 ഗ്രാം മുക്കുപണ്ടം പണയം വെച്ച് 1,60,000 രൂപ തട്ടിയെടുത്ത കേസിൽ ഒളിവിലായിരുന്ന പ്രതിയെ ഈസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്തു. വാടാനപ്പള്ളി ഗണേശമംഗലം സ്വദേശി പുത്തൻ വീട്ടിൽ ഇലിയാസാണ് പിടിയിലായത്. എടത്തിരുത്തി പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി രജിസ്ട്രേഡ് ക്ലബ്ബുകൾക്ക് സ്പോർട്സ് ഉപകരണങ്ങൾ വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. കാക്കശ്ശേരി ഗവൺമെന്റ് LP സ്കൂളിലേക്ക് സർവശിക്ഷ കേരള അനുവദിച്ച് 2 പുതിയ ക്ലാസ് റൂമുകളുടെ ശിലാസ്ഥാപനം നടന്നു. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ ക്ലാസ് റൂമുകളുടെ ശിലാസ്ഥാപനം നിർവഹിച്ചു. കോടമുക്ക് AM LP സ്കൂളിൽ പഠനോത്സവം നടന്നു. വെങ്കിടങ്ങ് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പൂർണിമ നിഖിൽ പഠനോത്സവം ഉദ്ഘാടനം ചെയ്തു. ചാലക്കുടിയിൽ ബീവറേജ് ഔട്ട്ലെറ്റ് ഷോപ്പിൽ നിന്നും പതിവായി മദ്യം മോഷ്ടിക്കുന്നയാൾ പോലീസ് പിടിയിലായി. തിരുത്തിപ്പറമ്പ് സ്വദേശി മോഹൻദാസിനെയാണ് ചാലക്കുടി സർക്കിൾ ഇൻസ്പെക്ടർ MK സജീവ് അറസ്റ്റ് ചെയ്തത്. ക്ഷീരവികസന വകുപ്പ് നടപ്പിലാക്കുന്ന ക്ഷീരസ്വാതന്ത്ര്യം ഇൻഷുറൻസ് പദ്ധതിയിൽ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ക്ഷീര കർഷകരെ എൻറോൾ ചെയ്തു. മാന്നാമംഗലം ക്ഷീര ഉൽപാദക സഹകരണ സംഘം ഒന്നാമതെത്തി. പ്രസിഡന്റ് ജോർജ് പന്തപ്പള്ളി, സെക്രട്ടറി അഡ്വക്കേറ്റ് ഡേവിസ് കണ്ണൂക്കാടൻ എന്നിവരാണ് സംഘത്തിലെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തത്. മതിലകം പഞ്ചായത്ത് ഹരിത പ്രഖ്യാപനം നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ ജില്ലയിൽ ഏറ്റവും കൂടുതൽ അൾട്രാവയലറ്റ് രശ്മി പതിച്ചത് ഒല്ലൂരിൽ. അൾട്രാവയലറ്റ് സൂചിക അനുസരിച്ച് 6 ഒല്ലൂരിൽ രേഖപ്പെടുത്തിയത്. കുമ്പച്ചൂടിൽ വെന്തുരുകുന്ന നാടിന് ആശ്വാസം പകർന്ന് ജില്ലയിൽ മഴ പെയ്തു. ഇന്ന് ഉച്ച കഴിഞ്ഞാണ് ജില്ലയിൽ പരക്കെ മഴ ലഭിച്ചത്. യുവമോർച്ച തരൂർ മണ്ഡലം സെക്രട്ടറി ആയിരുന്ന അരുൺകുമാറിന്റെ 3ാം ചരമവാർഷിക അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു. BJP പാലക്കാട് വെസ്റ്റ് ജില്ലാ അധ്യക്ഷൻ വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. യാക്കോബയ സുറിയാനി സഭാ നിയുക്ത കത്തോലിക്ക ബാവ ജോസഫ് മാർ ഗഗ്രിയോസ് മെത്രാപ്പൊലീത്ത ആർത്താറ്റ് സെന്റ് മേരീസ് സിറിയൻ സിംഹാസനപ്പള്ളി സന്ദർശിച്ചു. ഈ മാസം 25-ന് നടക്കുന്ന സ്ഥാനാരോഹണ ചടങ്ങിന് മുന്നോടിയായാണ് സന്ദർശനം. CPM ചിറ്റാറ്റുകര ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മുൻ MP CO പൗലോസ് മാസ്റ്ററുടെ ചരമവാർഷിക ദിനം ആചരിച്ചു. CPM മണലൂർ ഏരിയ കമ്മിറ്റി അംഗം PG സുബിദാസ് അനുസ്മരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പഴയന്നൂരിൽ ലോഡ് ഇറക്കുന്നതിനിടെ ടിപ്പർ ലോറി നിയന്ത്രണം വിട്ടുമറിഞ്ഞു. ഡ്രൈവർ വാഹനത്തിൽ നിന്ന് ചാടി രക്ഷപ്പെട്ടു. പഴയന്നൂർ പോലീസ് സ്ഥലത്തെത്തിയിരുന്നു. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.